ഹലോ ഗൈസ്, ഇപ്പോൾ കഞ്ചാവിനും മയക്കുമരുന്നിനും മദ്യത്തിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാനാണ് വന്നത്. ഇതിപ്പോൾ ഇന്നലെയാണെന്ന് തോന്നുന്നു ഇവിടെ കൊച്ചിയിൽ ഒരു സംഭവം നടന്ന്. പിന്നെ സഹോദരിയെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സഹോദരിയെ പീഡിപ്പിച്ചു. എന്തുകൊണ്ടാണ്? കഞ്ചാവ്. ഇവ സ്കൂളിലൊക്കെ സ്ഥിരം കൊണ്ടുവന്ന് പിള്ളേർക്കൊക്കെ കൊടുക്കുമായിരുന്നു. എന്നിട്ട് ഈ കുട്ടി എന്തോന്ന് ചെയ്ത് വീട്ടിൽ പറഞ്ഞില്ല. എത്രയും നാൾ കൊണ്ടുള്ള സംഭവമാണ്. എന്നിട്ട് വീട്ടിൽ പറഞ്ഞില്ല. അപ്പം യവന്മാരെയൊക്കെ എന്തോന്ന് ചെയ്യണം? യവന്മാർക്ക് ഇപ്പം മുട്ടയെന്ന് വിരിഞ്ഞ് വന്നതല്ലേ ഉള്ളൂ. ഇതിൻ്റെന്ന് ഇച്ചിരി കൂടെ വലുതായതും കാണിക്കും, ഇതിൻ്റെന്നും ചെറിയ പിള്ളേരും കാണിക്കും ഇങ്ങനെയുള്ള ഇതുകൾ. എന്നാലും അറിയാമല്ലോ, അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത നാറികൾ കുറേ എണ്ണം ഉണ്ട്. ഇത് ഒരുമാതിരി ഭയങ്കര ടെൻഷനും കാര്യങ്ങളുമായിട്ട് സ്കൂളിൽ ചെന്ന് അവിടെ ഇരുന്ന്, അപ്പോൾ അടുത്തിരുന്ന കുട്ടികളുടെ അടുത്താണ് ഇത് പറഞ്ഞതിന് ശേഷം ഈ കുട്ടികളാണ് ടീച്ചറിനെ അറിയിച്ചത്. ടീച്ചർ പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ കഞ്ചാവും മയക്കുമരുന്നും മദ്യവും മനുഷ്യനെ കൊല്ലണ ഒരു സാധനമാണ്. ഇപ്പം എവിടെ നിന്നെല്ലാം പിടിക്കണം. ഇന്നങ്ങണ്ട വാർത്ത കണ്ട് ഏതോ കാട്ടിനകത്തിരുന്നും കൊണ്ട് കഞ്ചാവ് അടിക്കുകയും വെള്ളം അടിക്കുകയും ചെയ്യണം. പോലീസ് പോയി പിടിച്ചു. അതുപോലെ എവിടെ എല്ലാം ഇട്ട് പിടിക്കണം. അതുപോലെ വെമ്പായത്തുനിന്ന് ഇപ്പം 2 ദിവസം മുമ്പ് ഒരു ന്യൂസ് വന്നു. ഇതുപോലെ കഞ്ചാവ് പിടിച്ചെന്നു, എത്രയോ കിലോ. അതുപോലെ എവിടെയല്ല. ഞാൻ പറയണത്, ഇങ്ങനെയൊക്കെ ഉള്ള സംഭവം ഉണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞ് ഒരു സൂചനയെങ്കിലും കണ്ട നമ്മളെ അയൽവക്കക്കാരെന്ന ബന്ധുക്കാരെന്ന സഹോദരങ്ങളെന്ന ആരാണെന്നും വിചാരിക്കരുത്. ആദ്യം തല്ലണം. നാട്ടുകാരും എല്ലാവരും കൂടെ എടുത്തിട്ട് പെരുമാറിയതിന് ശേഷം യവന്മാരെന്ത് ചെയ്യണം? വലിച്ചഴച്ച് കൊണ്ടുവന്ന് പോലീസിനെ വിളിച്ചറിയിച്ച് പിന്നെ അവർ കൊണ്ടുപോകണം. പിന്നെ കഞ്ചാവ് അടിച്ചിട്ട് കൊലകൾ നടക്കണം, വെട്ടും കുത്തും എല്ലാം നടക്കണം. അതുപോലെ പീഡനം, അമ്മയെ പീഡിപ്പിക്കണം, അമ്മയെ വെട്ടിക്കൊല്ലണം, സഹോദരിയെ പീഡിപ്പിക്കണം. എനിക്കറിഞ്ഞ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത വിധമായി മാറിയിരിക്കുകയാണ്. അതുപോലെ പെൺകുട്ടികളും ഉണ്ട്. ദൂരസ്ഥലങ്ങളിലൊക്കെ പഠിക്കാൻ പോയിട്ട് കോളേജിലൊക്കെ പോയി കിടക്കണം എത്രയോ പെൺകുട്ടികൾ ഇങ്ങനെ മയക്കുമരുന്നടിച്ച് അങ്ങനെ കിടക്കുന്നുണ്ട്. പെണ്ണും ആണും ഒക്കെ കണക്ക് തന്നെ, പറയാതിരിക്കാൻ പറ്റൂല. ഇപ്പോഴെന്തോന്ന് ചെയ്യണം? ജനങ്ങൾ ഇതിന് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഇത് എവിടെ കണ്ടു കഴിഞ്ഞാലും അവന്മാരെ ആദ്യം അടിക്കണം. അടിച്ച് അവന്മാരെ വലിച്ചഴിച്ച് ഇഞ്ചപ്പരുവാക്കിയതിന് ശേഷം പോലീസിനെ അറിയിച്ചിട്ടേ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവാൻ സമ്മതിക്കാവൂ. അതുവരെ ഇവന്മാരെ പെരുമാറണം. അതുപോലെ മാതാപിതാക്കൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ മക്കൾ ഇനി വളർന്നു വരുന്ന തലമുറകളുണ്ട്. ഇപ്പം വളർന്നു വന്ന മുട്ടയിൽ നിന്ന് വിരിഞ്ഞിറങ്ങിയ സാധനങ്ങൾ വരെ കഞ്ചാവ് അടിച്ച് കിറിഞ്ഞ് നടക്കണം. അവർ കോളേജിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എപ്പോഴായാലും അവരെ റൂമിനകത്തൊന്ന് നോക്കി. ഇപ്പോൾ ഉള്ള മക്കൾ എന്തിനാണ്? ആരെയും റൂമിനകത്തോട്ട് കയറ്റില്ല. മാതാപിതാക്കളെ ഒന്നും റൂമിനകത്ത് കയറ്റൂല മക്കൾ. എന്തുകൊണ്ടാണത്? അപ്പം എന്തോ ഡൗട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊള്ളണം. എല്ലാവരും അല്ല കേട്ടാ. സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ ബാഗ് നോക്കണം, ഒന്ന് ശ്രദ്ധ കൊടുക്കണം. അതുപോലെ അങ്ങനെ ഉണ്ടെന്നറിയണമെങ്കിൽ നമ്മൾ മക്കളെ സംരക്ഷിക്കരുത്. നമ്മളെ മക്കളായിരുന്നാലും ശരി തന്നെ, നമ്മൾ സംരക്ഷിക്കാൻ നോക്കരുത്. അവരെ വിലക്കിയാലും അവർക്ക് ഈ കഞ്ചാവിൻ്റെ ഇടയിൽ അറിഞ്ഞുകൂടാ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ നേരെ നമ്മളെ മക്കളാണെന്ന് വിചാരിക്കല് സ്റ്റേഷനിൽ അറിയിക്കണം. അറിയിക്കാതെ നാണക്കേട് കരുതി വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളെ തന്നെ കൊന്നിരിക്കും. അമ്മമാരെയും കൊല്ലും, പെങ്ങന്മാരെയും കൊല്ലും, എല്ലാവരെയും കൊല്ലും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നാടിന് വേണ്ടിയിട്ട് നമുക്ക് ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ട് പോവാം. എല്ലാവരും ഇതിൽ പങ്കുചേരണം. അപ്പം നമ്മളെ മക്കൾ ഇനി വരുന്ന തലമുറകൾക്ക് അങ്ങനെയൊന്നും ഒരു പ്രശ്നവും കാണൂല. ഇത് നിർത്തലാക്കിയിട്ട് അവർ ഒളിച്ചും പാത്തുമല്ലേ അവർ സ്കൂളുകളിൽ കൊണ്ടുവന്ന് കൊടുക്കണത്. അപ്പം അത് തടയണം. എവിടെ കണ്ടാലും അവന്മാരെ വലിച്ചഴിച്ചിട്ട് അടിക്കണം. ബന്ധുക്കാരാണെന്നൊന്നും വിചാരിച്ചിരിക്കല്, അടി തന്നെ കൊടുക്കണം. അടിച്ചതിന് ശേഷം വലിച്ചഴിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകണം.
അപ്പോൾ ഓക്കെ ബായ്.